ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, സുഖമാണോ എല്ലാവർക്കും? നന്നായി പഠിക്കുന്നൊക്കെ ഉണ്ടോ? 4ാം ക്ലാസ്സിൽ ഏകദേശം പാഠങ്ങളൊക്കെ തീർന്നു അല്ലേ? ഇനി ഒരു ചാപ്റ്ററും കൂടെ ഉള്ളൂ. ഓക്കെ, 1ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? ഈശോ ജീവൻ്റെ ഉറവിടം. വെരി ഗുഡ്. പിന്നീട് നമ്മൾ എന്താ പഠിച്ചേ? കൂദാശകളെ കുറിച്ചൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നു. ലാസ്റ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഒരു ദിവസം ഈശോ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ശിഷ്യന്മാർ നോക്കിയപ്പോൾ ഈശോയുടെ മുഖമൊക്കെ ഇങ്ങനെ പ്രസന്നമായിട്ടിരിക്കുന്നു. ഈശോ കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ശിഷ്യന്മാർക്ക് കൊതിയായി. എന്ത് രസമായിട്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. അവർ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോ, ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറക്കം വരുന്നു, പല വിചാരം വരുന്നു. നീ എന്ത് രസമായിട്ടാണ് ഈശോ പ്രാർത്ഥിക്കുന്നേ, ഞങ്ങളെയും കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ? അപ്പോൾ ഈശോ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം. അങ്ങനെ ഈശോ അവരെ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാവണമേ, അങ്ങയുടെ രാജ്യം വരണമേ. മതി അറിയാം അല്ലേ? നല്ല കുട്ടികളാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ, ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഒന്ന് കണ്ണടയ്ക്കാമോ? കണ്ണടച്ച് ഈശോയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ച് അതുമാത്രം പ്രാർത്ഥിക്കുക. സിസ്റ്റർ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഇന്ന് ഞങ്ങളെയും നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എൻ്റെ ഈശോയെ, ഈ കുഞ്ഞുമക്കളെല്ലാം പ്രാർത്ഥനയിലൂടെ നിന്നെ സ്നേഹിക്കാൻ പഠിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ദിയ കുട്ടിയുടെ പ്രാർത്ഥന കേട്ട് ആരംഭിക്കാം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ദിയ. അവൾ എങ്ങനെയാണ് ഈശോയോട് പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് കാണാം. എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ? ഇഷ്ടപ്പെട്ടോ? ഇത് മടമ്പത്തെ ഒരു കുഞ്ഞു കുട്ടിയാണ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. എന്ത് രസമായിട്ടാ അവൾ ഈശോയോട് സംസാരിക്കുന്നതല്ലേ? അവൾ എന്താ ചെയ്യുക? ഈശോയോട് സംസാരിക്കുക. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? പ്രാർത്ഥന ദൈവവുമായുള്ള സംഭാഷണം. പ്രാർത്ഥന എന്താണ്? ദൈവവുമായുള്ള സംഭാഷണം. നമുക്കൊന്ന് കളിക്കാൻ പോയാലോ? നോക്കിക്കേ, എന്ത് സന്തോഷം മുഖത്തല്ലേ. കളിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ? കളിക്കുമ്പോൾ നമ്മൾ നല്ല ആക്റ്റീവാണ്. നമ്മൾ ഓടുന്നു, ചാടുന്നു, കൂട്ടുകാരോട് ഇരിക്കുന്നു അല്ലേ? പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിന്ന് പറയും, 6:30 എല്ലാവരും പ്രാർത്ഥിക്കാൻ വന്നേ, മരിയാക്കുട്ടി വേഗം വന്നേ, പായൊക്കെ വിരിച്ചേ. എൻ്റെ ദൈവമേ, അപ്പോൾ നമ്മളെങ്ങനെയാണ്? എൻ്റെ പപ്പ കുറച്ചും കൂടെ സമയം അല്ലേ, പപ്പ ഈ ഗെയിമും കൂടെ ഒന്ന് കഴിയട്ടെ. അതെന്താ അങ്ങനെ? പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമുക്ക് ഭയങ്കര മടിയാണ്. കാരണം എന്താണെന്നറിയാവോ? പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ പ്രാർത്ഥനകൾ ചെല്ലു കൂട്ടിയേ നമുക്കറിയത്തുള്ളൂ. ദിയാ കുട്ടിയെ പോലെ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കണം. പ്രാർത്ഥന എന്താണെന്നാണ് പറഞ്ഞത്?
ദൈവവുമായിട്ടുള്ള സംഭാഷണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുഞ്ഞുമക്കളെ നമുക്ക് പ്രാർത്ഥിക്കാൻ വളരെ ഇഷ്ടമാകും, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഓക്കെ, പ്രാർത്ഥന പല രീതിയിലുള്ള പ്രാർത്ഥനയുണ്ട്. നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതി അനുസരിച്ച് പ്രാർത്ഥനയെ പ്രധാനമായിട്ടും 5 ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നോക്കിക്കേ: ആരാധന, സ്തുതിപ്പ്, കൃതജ്ഞത, യാചന, മധ്യസ്ഥം. ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മളിതൊക്കെ കാണുന്നതാണ്. ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് ഇപ്പം നമുക്ക് പഠിക്കാം. എന്താ ആരാധന എന്ന് പറഞ്ഞാൽ? വളരെ ഈസി. നമ്മൾ പള്ളിയിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? എന്താ ചെയ്യുക? നമ്മളെല്ലാവരും ഈശോയെ കുമ്പിട്ട് വണങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവമാണ് നമുക്കെല്ലാം തന്നിരിക്കുന്നത് എന്നുള്ള അവബോധമാണ്. ഒരു നിമിഷം നിങ്ങളുടെ ഇരു കരകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെക്കാമോ? ഒന്ന് കണ്ണടച്ച്. ഓക്കെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഇടുപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ടിക് 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 കേൾക്കാമോ? കേൾക്കാം. നോക്കിക്കേ, ഈ ഹൃദയമിടിപ്പ് ഒരു നിമിഷം ഇല്ലാതായ എന്ത് സംഭവിക്കും? നമ്മൾ മരിച്ചു പോകും അല്ലേ? അപ്പോൾ ഇത്രമാത്രം നമ്മുടെ ഹൃദയമിടിപ്പ് പോലും സൂക്ഷിച്ച് നമ്മളെ ഇത്രമാത്രം പരിപാലിക്കുന്നത് ആരാ? നമ്മുടെ ദൈവം. മക്കളെ, നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, ഒത്തിരി നല്ല കഴിവുകളുണ്ടായിരിക്കാം, എല്ലാ ടീച്ചേഴ്സും നിങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ നല്ല മിടുക്കരാ. പക്ഷെ അതിൽ നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. ഇതെല്ലാം ആരാ തന്നത്? ഈശോയെ തന്നത്. ഈ അവബോധത്തെയാണ് എന്ത് പറയുക? ആരാധന. അപ്പം നിങ്ങൾക്ക് എന്ത് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കിട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് എൻ്റെ ഈശോയെ എല്ലാം തന്നതിന് ഞാൻ നിന്നെ ആരാധിക്കുന്നു, നീയാണ് എൻ്റെ സർവസ്വവും എന്ന് ഈശോയോട് ഏറ്റു പറയുന്നതാണ് ആരാധന. രണ്ടെന്താ പറഞ്ഞേ? സ്തുതിപ്പ്. എന്താ സ്തുതിപ്പ്? നമ്മൾ ഈ ലോകത്തോട്ടൊക്കെ ഒന്ന് നോക്കിക്കേ, എന്ത് രസമായിട്ടാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ? ഒന്നും വേണ്ട, നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുട്ടി നിങ്ങളെപ്പോലെയാണോ ഇരിക്കുന്നത്? അല്ല. നിങ്ങളുടെ അനിയൻ അല്ല, ചേച്ചി അല്ല, ഈവൻ ട്വിൻസ് പോലും ഡിഫറൻസാണ് അല്ലേ? അപ്പോൾ അത്രമാത്രം ഡിഫറെൻ്റ് ആയിട്ട് നമ്മളെ കൃത്യമായിട്ട് നോക്കി എത്ര മനോഹരമായിട്ടാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തെ സ്തുതിക്കാനായിട്ട് നമുക്ക് പറ്റുക. 3, കൃതജ്ഞത എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിനോടും നന്ദി ഉണ്ടായിരിക്കണം. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നന്ദിയുടെ പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഈശോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ 10 കുഷ്ഠരോഗികൾ വന്നിട്ട് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ ഞങ്ങളെ ഒന്ന് സുഖമാക്കണം. അപ്പോൾ ഈശോ പറഞ്ഞു, ശരി, ഞാൻ നിങ്ങളെ സുഖമാക്കാം. ഈശോ അവരെ അനുഗ്രഹിച്ചു വിട്ടു. അങ്ങനെ പോകുന്ന വഴിക്ക് ഈ 10 പേരുടെയും കുഷ്ഠരോഗം മാറി. 9 പേരും തുള്ളിച്ചാടി തിരിച്ചോടിപ്പോയി. പക്ഷെ ഒരാൾ മാത്രം ഈശോയുടെ അടുത്ത് തിരികെ വന്നിട്ട് പറഞ്ഞു, ഈശോയെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈശോ അവരോട് ചോദിച്ചു, ബാക്കി 9 പേർ എവിടെ? ഈശോ എന്താ ചോദിച്ചേ? ബാക്കി 9 പേർ ഇവിടെ. ഈ ചോദ്യം ഇന്ന് നിങ്ങളോടും സിസ്റ്ററിനോടുമൊക്കെ ഈശോ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ കുടുംബത്ത്. ഇന്നത്തെ ഈ കൊറോണ കാലഘട്ടം എത്രയോ മക്കൾക്ക് അവരുടെ അപ്പനും അമ്മയും ഒക്കെ നഷ്ടപ്പെട്ടു. നമ്മളോ? അല്ലേ? എത്ര നല്ല ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. എത്ര കുട്ടികൾക്ക് വിശപ്പ് കൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയാതെ വരുന്നു. പക്ഷെ നമുക്കെല്ലാം ഉണ്ട്. എല്ലാത്തിനും നമുക്ക് നന്ദിയുള്ളൊരു മനസ്സ് ഈശോയുടെ മുമ്പിൽ ഉണ്ടാവണം. യാചന എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നമ്മുടെ ഏതൊരു ആഗ്രഹവും ചോദിക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതാരാ? ദൈവം. ചോദിക്കുന്നത് എന്തും ദൈവം നമുക്ക് തരും. ആ ഉറപ്പോടുകൂടി ഈശോയുടെ മുമ്പിൽ നമ്മൾ യാചിക്കണം. ലാസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സിസ്റ്റർ പറയും, എന്തിനാ ഈ മധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കെല്ലാം തന്നിട്ടുള്ളത് കൊണ്ട് നമ്മുടെ കടമയാണ് ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അല്ലേ? നമുക്ക് ദൈവം എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ആ കണ്ണുകൊണ്ട് മറ്റുള്ള വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ ഈശോയെ നീ എനിക്കെല്ലാം തന്നു, ഇതേ ഇവരെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ക്ലാസ്സിൽ ഇതേ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ട്, പക്ഷേ ഇവർക്ക് പഠിക്കാൻ കഴിയില്ല, ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം. മനസ്സിലായോ? പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട 5 ഘടകങ്ങൾ. ഏത് രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും അതൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയാണ്. പക്ഷേ നമ്മളിപ്പോൾ ആദ്യം കണ്ട വീഡിയോ പോലെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ തുറന്നു പറയുക, അത്രയും ഉള്ളൂ എന്ത്? പ്രാർത്ഥന എന്നതുകൊണ്ടുള്ള അർത്ഥം. എനിവേ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്.
സിസ്റ്ററൊക്കെ ക്രിസ്ത്യൻ ധ്യാനത്തിനൊക്കെ ആയിരിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, കുറേ ഇതുപോലെ സിസ്റ്റർമാർ വന്നിട്ട് ഒരു കാര്യം പഠിപ്പിച്ചു. അതിതാണ്, നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ ഈശോയോട് ഗുഡ് മോർണിംഗ് പറയണം, നിങ്ങൾ പല്ല് തേക്കുമ്പം ഈശോയെ കൂട്ടിക്കൊണ്ടു പോകണം, നിങ്ങൾ ഫുഡ് കഴിക്കുമ്പം ഈശോയെ അടുത്തിരിക്കണം, നിങ്ങൾ പഠിക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഒരു കസേര അടുത്തിരുത്തണം. ചില ദിവസങ്ങളിലൊക്കെ സിസ്റ്റർ മറന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇത് പറഞ്ഞത് ഓർത്ത് പല ആവർത്തി സിസ്റ്റർ ഇത് ചെയ്തു. മക്കളെ, ഈശോയോട് സംസാരിക്കാനും പഠിക്കാനും ഇന്ന് സിസ്റ്റർ ആവാനും ഒക്കെ സിസ്റ്ററിന് സാധിച്ചത് അവർ തന്ന ട്രെയിനിങ്ങാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, ഇന്നു മുതൽ അടുത്ത ആഴ്ച വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നു പോകണം. എന്താണ് പ്രാർത്ഥന? ദൈവവുമായിട്ടുള്ള സംഭാഷണം. ഒന്ന് ട്രൈ ചെയ്യേ. രാവിലെ എണീക്കുമ്പോൾ അയ്യോ ഇന്ന് രാവിലെ ആയല്ലോ എന്നോർത്ത് എണീക്കരുത്. ഈശോയെ ഗുഡ് മോർണിംഗ്, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് നിങ്ങൾ തുടങ്ങുക. ഈശോ നിങ്ങളോട് സംസാരിക്കുമോ? സംസാരിക്കും. തീർച്ചയായിട്ടും ഈശോ നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും. എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് റെഡിയാവണം. ഈശോ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ പ്രാർത്ഥന നിങ്ങൾക്ക് ഏറ്റവും അനുഭവമുള്ള കാര്യമായിട്ട് മാറും. അപ്പോൾ ഇന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് സിസ്റ്റർ പറഞ്ഞു. പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സംഭാഷണമാണെന്ന് മനസ്സിലാക്കി ഈശോയോട് സംസാരിക്കാൻ തുടങ്ങുക. വേറെ ഒരു ഹോംവർക്കും നിങ്ങൾക്കില്ല. സോ നമുക്കൊന്ന് ഒരിക്കൽ കൂടി ഈശോയോട് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണടച്ചേ. ഈശോയെ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഇന്നു മുതൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ ഉരുവിടേണ്ട മന്ത്രം ഇതാണ്: ഈശോയെ, എന്നെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.